മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഡോക്ടർമാരില്ലാതെ കഴിഞ്ഞ ഒരാഴ്ചയായി പ്രവർത്തനം നിലച്ച തിരുമാറാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് BJP തിരുമാറാടി പഞ്ചായത്ത് സമിതി മാർച്ച് നടത്തി. എടപ്പുറ കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഉപരോധ സമരം നടത്തി. OPയിലുണ്ടായിരുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ കാരണങ്ങൾ ബോധിപ്പിക്കാതെ ദീർഘകാലത്തേക്ക് അവധിയിൽ പ്രവേശിച്ചതാണ് ആശുപത്രി പ്രവർത്തനം താറുമാറാകുവാൻ കാരണം. നിലവിൽ ഈ ആശുപത്രിയിൽ രോഗികൾക്ക് 2 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. OP സമയത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് ഒരു ഡോക്ടറുടെ സേവനം കൂടി ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് BJP ഉൾപ്പെടെ ആവശ്യമുന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സുജ സത്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉപരോധ സമരം പിറവം മണ്ഡലം ജനറൽ സെക്രട്ടറി ലിൻഡോ വിൽസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ CK ബിജിമോൻ, EP അയ്യപ്പൻ, കൂത്താട്ടുളം മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് NK വിജയൻ, പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി VM ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ PV മുരളി, TV രാജു, സെക്രട്ടറി PN സജീവൻ, മുൻ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് TK ഗോപി, കർഷക മോർച്ച മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി AP പൊന്നപ്പനാചാരി തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും നോക്കൂ, ഈ ബിൽഡിംഗ് വേനൽ സമയമുണ്ടായിരുന്നു, ഇപ്പോൾ മഴക്കാലമായപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. ഇനി അധികാരികൾ പറയും മഴയാണ്, ഞങ്ങൾക്ക് പണിയാൻ കഴിയില്ല. എന്താണ് ഇതൊക്കെ? സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സാഹചര്യമാണ്. 3-4 ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടറിന്റെ സേവനമില്ലാതെ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറിയുടെയും പ്രവർത്തകരുടെയും വീട്ടിലെത്തി ഞങ്ങൾക്ക് നീതി വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കൊച്ചു കുട്ടിയെയും പിടിച്ചുകൊണ്ട് ഒരു ചേച്ചി, പ്രിയപ്പെട്ട സുജ ചേച്ചിയുടെ വീട്ടിൽ കടന്നു എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തിരുമാറാടിയിൽ ഡോക്ടറുടെ സേവനമില്ല, ദയവായി BJP രംഗത്ത് വരണമെന്ന്. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ തുറന്നു പറയുന്നു, BJPയുടെ ഇതൊരു സൂചക സമരമാണ്. ഇതിനേക്കാൾ ശക്തമായ സമരമായി തന്നെ മുന്നോട്ട് വരും. ആശുപത്രിയുടെ അധികാരികൾ കണ്ണു തുറന്ന് ഈ വിഷയത്തിൽ വേണ്ട നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.